വീടുകൾ തോറും കയറിയിറങ്ങി സാധനങ്ങൾ വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരന്റെ മകൻ. 6 മക്കളെ വളർത്താൻ ഇവയൊന്നും തികയാത്തതുകൊണ്ട് അവന്റെ മാതാവ് ചോളപ്പാടങ്ങളിൽ ജോലി ചെയ്തു. കുറച്ചു വളർന്നപ്പോൾ കോഴികളെ വളർത്തി മാതാപിതാക്കൾക്കൊരു താങ്ങാവാൻ ഒരു ശ്രമം അവനും നടത്തി. ദാരിദ്ര്യം തനിക്ക് കിട്ടുന്ന ഓരോ നാണയത്തുട്ടുകളെയും സൂക്ഷിച്ചു വെക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ ഓരോ നാണയത്തുട്ടും എടുത്തുവെച്ച് അവൻ $50 ഉടമയായി. $50 ചിലവഴിക്കാൻ ആ കൗമാരക്കാരന് ഏറെ പ്രലോഭനങ്ങളുണ്ടായിട്ടും അതിനെയെല്ലാം അവൻ അതിജീവിച്ചു. ഈ $50 എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നവൻ ചിന്തിച്ചു. ഒരു പലചരക്ക് കടയിൽ ഈ തുക പലിശയ്ക്ക് നൽകി കൂടുതൽ പണം നേടി. 16-ാം വയസ്സിൽ ഒരു ബുക്ക് കീപ്പറായി ജോലി ലഭിച്ച അയാൾക്ക് 2 ആഗ്രഹങ്ങൾ ഉണ്ടായി. തനിക്ക് $100,000 സമ്പാദിക്കണം, പിന്നെ 100 വയസ്സുവരെ ജീവിക്കണം. മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിനപ്പുറം വരാൻ പോകുന്ന വലിയൊരു സാധ്യത അയാളുടെ മനസ്സിൽ മിന്നി. അങ്ങനെ 1870-ൽ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് അദ്ദേഹം സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന കമ്പനി സ്ഥാപിച്ചു. അമേരിക്ക ഉയരങ്ങളിലേക്ക് കുതിക്കുകയും നിരത്തുകളിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ സ്റ്റാൻഡേർഡും സ്വയം വളർന്നു. ഒടുവിൽ അമേരിക്കയുടെ 90% ഓയിൽ വ്യവസായവും സ്റ്റാൻഡേർഡിന്റെ ഉടമസ്ഥതയിലായി. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയും അവരുടേതായിരുന്നു. അങ്ങനെ 29-ാം വയസ്സിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറി റോക്ക്ഫെല്ലർ. $100,000 സ്വപ്നം കണ്ട ആ മനുഷ്യൻ $1 മില്യൺ സമ്പാദിച്ചു. നേട്ടങ്ങൾ കൈവരിക്കാൻ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കത്തിജ്വലിക്കുന്ന ആഗ്രഹം, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, തീരുമാനം നടപ്പിലാക്കുവാനുള്ള നിശ്ചയദാർഢ്യം, കാര്യക്ഷമമായി അച്ചടക്കത്തോടെ അവ പ്രാവർത്തികമാക്കൽ. ശുഭദിനം.